അപ്പോൾ 98 ആണ്. അപ്പൊ ഇനി ഇവിടെ നടക്കാൻ സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോയി ഇല്ല, അത് ഞാൻ സമ്മതിക്കുന്നില്ല. കാര്യം ഇവിടെ ഏത് സെലിബ്രിറ്റി ഗസ്റ്റ് വന്നാലും 2 പേരാണ് മാളത്തിൽ നിന്ന് പുറത്തു ചാടുന്നത്. ഈ തവളയൊക്കെ കാണുമ്പം മറ്റേ ചേര ചാടത്തില്ലേ, അതേപോലെ. ഒന്ന് ഞാനാണ് തവള. അല്ല, അങ്ങനല്ല, ആലങ്കാരികമായിട്ട് ഞാൻ അങ്ങനെ പറയുമോ? എന്നെ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പറയത്തില്ല. ഇക്കട് വാവ. അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ ഒന്ന് ഭരത്, ഒന്ന് ഗ്രാൻഡ് ജൂറിയുടെ സൈഡില് അങ്ങ് മുകളിൽ ജയിൽ ഡ്രസ് ഇട്ടിരിക്കുന്ന അഴികൾക്കുള്ളിലായ ഒരാളിരിപ്പുണ്ട്. 2 പേരും അത് കുറെ അധികം നാളായിട്ട് കല്യാണാലോചനയൊക്കെ നോക്കുന്നുണ്ട്. കല്യാണം കഴിക്കാനുള്ള ഭയങ്കര എത്ര വയസ്സായി തോന്നില്ലല്ലോ. അല്ല, ഇത് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഈ കാര്യത്തിൽ മൂത്താശാൻ, ഇത് ശിഷ്യൻ. ആശാന് ശിഷ്യനോട് ചാടി വീഴും. പിന്നെ ഇവര് തമ്മിലാ. അപ്പോൾ ഈ കാര്യത്തിലും ഇപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് സിജുവിൻ്റെ മനസ്സ്. സിജു ബ്രോയുടെ മനസ്സിങ്ങനെ വെമ്പുക. ഇവനില്ലായിരുന്നെങ്കിൽ എടാ ഹണിയുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കേണ്ടതല്ലായിരുന്നോ എന്നുള്ള ആ ചോദ്യം എനിക്ക് കേൾക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവരിൽ എന്തായാലും 2 പേരോട് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നിവിടെ ഒരു അംഗം വിട്ട് നടക്കാൻ പോവാണ്. ശരിക്കും ഹണിയുടെ കൂടെ ഡാൻസ് കളിക്കാനുള്ള ഒരു അംഗം വിട്ട്. ഒന്ന് ഭരത്താണെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു സിജു ബ്രോ, പ്ലീസ്. ഹണിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ആര് മത്സരത്തിലേക്ക് പിന്നെയും സ്വാഗതം. ഇതിൽ ഒരാൾ മാത്രമേ ഡാൻസ് കളിക്കുകയുള്ളൂ. ഓക്കെ, അതിനൊരു ചെറിയ ടാസ്ക് ഉണ്ട്. ഓക്കെ, ഒരു കുഞ്ഞു ടാസ്ക് എങ്കിലും വേണം. ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം തരും, അത് കുടിക്കണം. സിമ്പിൾ. ഓക്കെ, അത് കൃത്യമായിട്ട് അതിന്റെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന ഹണി ആയിരിക്കും. ഓക്കെ, ഹണി പ്ലീസ് ആൻഡ് പ്രോപ്പർ പ്ലീസ്. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ട്, 2 ഗ്ലാസ് ഉണ്ട്, 2 ഗ്ലാസ്സിലും വെള്ളമുണ്ട്. ഈ ഗ്ലാസ്സിലെ വെള്ളം അവർ കുടിക്കണം. അയ്യോ, ഇത് ഭയങ്കര സിമ്പിൾ ആയി പോയില്ലേ? സിമ്പിൾ ആണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആക്കുന്നുണ്ട്. ഈ ഗ്ലാസ് ഇങ്ങനെ വേണം പിടിക്കാൻ. ഓക്കെ, പിടിച്ചേ നോക്കട്ടെ. പിടിക്കേ. പിന്നല്ല ഞാനും അതേപോലെ തന്നെ സിജു ബ്രോയും പിടിക്കൂ. ഓക്കെ, ഞാൻ വെള്ളം കുറവല്ലേ? ഇല്ല, വെള്ളം ഞാൻ ഇപ്പൊ ആവശ്യത്തിന് കുടിപ്പിക്കും ഞാൻ. ഇങ്ങനെ താടാക്കുട്ട. അപ്പൊ 2 പേരും ഗ്ലാസ് ഇങ്ങനെ നീട്ടി പിടിക്കുക. ഇത് ഒരു 15 സെക്കൻഡ് ടൈമറുണ്ട്. അപ്പോൾ ഈ 15 സെക്കൻഡ്സ് ഈ ഗ്ലാസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് 2 വിരലിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവർ കുടിക്കണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹണിക്കൊരു ആയുധം കൊടുക്കുകയാണ്. ദിസ് ഈസ് എ തൂവൽ. പിടിക്കൂ. ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് രണ്ടുപേരോട് നിൽക്കി. അപ്പോൾ 15 സെക്കൻഡ്സ് ഈ വെള്ളം നിലത്ത് വീഴാതെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹണിയുടെ കയ്യിൽ തൂവലുണ്ട്. ഈ തൂവലൊക്കെ വെച്ചിട്ട് ഇനി തൂവല് വർക്ക് ആവുന്നില്ലെങ്കിൽ പിച്ചാത്തി തരാം. ഓക്കെ, റെഡി? അവിടെ മതി. റെഡി, ടൈമർ ഓൺ ചെയ്തോ, ആക്ഷൻ. ഇവിടെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വെള്ളം വീണിട്ടുണ്ട്. കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. ഹണി തീരുമാനിച്ചോ? ഓക്കെ, എന്റെ കുട്ടനെവിടെ? സുങ്കുടുമോനെവിടെ? വാ. ഓക്കെ, ഹണി റെഡി, ടൈമർ റെഡി. 3, 2, 1 ഗോ. നാണമാവുന്നു, നീലിനോവുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുന്നു. ഓലപ്പീലികൾ ഇടുനീലം പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ഞങ്ങളുടെ മരത്തിങ്ങനല്ല ഊഴാത്തിന്റെ മാസ്ക്. ഇങ്ങനല്ല, ദേഹത്തൊന്നും എന്ത് വില കൊടുത്തും ഹണിയുടെ കൂടെ ഡാൻസ് ചെയ്തേ മടങ്ങൂ. ഹണിയോട് ഡാൻസ് ചെയ്യാൻ ഇവൻ ശരീരത്തിലെ ഇക്കളൊക്കെ എങ്ങോട്ട് പോയി?
എന്ത് വിലയും അവൻ കൊടുക്കും. അറിയില്ല ഇക്കിളി വന്നില്ല. നിനക്ക് വരത്തില്ലടാ. നിനക്ക് നേരത്തെ ഭംഗിയായിട്ട് പിച്ചൗട്ട് വന്നു, പക്ഷെ എന്നാൽ ഇത് പോയി അല്ലേ? അന്ന് ഭയങ്കര ഇക്കിളിയായിരുന്നു. നിനക്ക് വരത്തില്ല. സിജു ബ്രോ സോറി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ആളിയാവും. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. ബാബു, നിനക്ക് അതിനുള്ള യോഗമില്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ചോട്ടു ഡാൻസ് കളിക്കുന്ന കണ്ടോണ്ടിരിക്കും. ചങ്ക് പിടയുന്ന വേദനയായിട്ട് സിജു ഈ ഗോദയിൽ നിറക്കി പോവാണ്. ദേ കണ്ടോ, ഇവൻ ചോദിച്ചു കേട്ടോ, എന്താ പറഞ്ഞേ? ഞാൻ ഈ അവസരം വേണം ഷാനിക്ക് കൊടുക്കാന്ന്. അങ്ങനെ നിന്റെ ഔദാര്യം വേണ്ടോ? നിന്റെ അവതാരം നീ ആരാന്നാണ് വിചാരിച്ച? അങ്ങനെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഡാൻസ് കളിക്കാൻ വരാതിരുന്ന് കൊരഞ്ഞു പോകുന്ന ഒരു മനുഷ്യാന്ന് വിചാരിച്ചോടാ. വിചാരിക്കോളാ നീ. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 മ്യൂസിക് ഡയറക്ടറിൽ ഷാൻ റഹ്മാനോട് നോക്കി നീ ഇങ്ങനെയാണോ പറയുന്നത്? കേട്ടിട്ട് ഞാൻ പതറുന്നു, നീ വിചാരിച്ചോടാ. അപ്പൊ ഇനി എന്താണ് സംഭവം? നിങ്ങൾ തമ്മിൽ ഡാൻസ് കളിക്കും, അല്ല ഇപ്പൊ എന്താ? ഞങ്ങൾക്ക് കുറച്ച് ടീം മെമ്പേഴ്സ് ഒക്കെ വേണം. രണ്ടുപേരും തമ്മിൽ വേണം അല്ലേ? കുറച്ച് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും രസമല്ലേ? ആരെയാ? സിജുവിനെ. നിങ്ങൾ കളിച്ചു. സിജു വാ. അരെ ബാബു വാ, ഒരു കമ്പനിക്ക് വേണത്. ഒരു കമ്പനി വേണം ഞങ്ങക്ക്. വാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊടിയോ മതിയുടെ